नमस्ते, सबको स्वागत। पिछली कक्षा में सुमित्रानंदन पंत द्वारा लिखी हुई नौका विहार नामक कविता का कुछ भाग पढ़ा। छायावाद के प्रमुख कवि है पंत, सुकुमार भावों की कवि भी है। उनका बचपन का नाम गोसाई दत्त पंत था। प्रकृति पंत जी को प्रिया, माँ, सहचरी तथा सखी सभी रूपों में आकर्षित करती रही। क्योंकि लोकायतन नामक महाकाव्य पर साहित्य अकादमी का पुरस्कार मिला और चिदंबरा नामक रचना पर भारतीय ज्ञानपीठ पुरस्कार भी प्राप्त किया। रूबाब नामक पत्रिका का संपादन किया। कल्पना नामक फिल्म के लिए गीत भी लिखा। ग्राम्य, युगवाणी आदि पंत जी की देश प्रेम पूर्ण कविताएं मानते हैं। भारत माता ग्रामवासिनी गीत की भाव व्यंजना भी किया है। उनका गंडकाव्य ग्रंथि उन्मुक्त प्रेम की विफलता का चित्रण किया है। नौका विहार। ग्रीष्म ऋतु के एक दिन रात्रि समय गंगा में नौका विहार करने वाले कवि की कल्पनाएं यहाँ चित्रित है। इसमें गंगा नदी का मानवीकरण भी किया है। यहाँ शांत सौम्य चांदनी भरा रात है। आकाश या आसमान गंगा को अपलक देख रही है। शब्दहीन रात है। उस समय गंगा नदी को एक सुंदर शरीर वाले युवती के समान यहाँ प्रतीत है। रेतरूपी शैया पर लेटी हुई सुंदर शरीर वाले युवती के समान प्रतीत है और तपस्विनी युवती के समान भी मानते हैं। और गंगा की लहरें तापसी युवती के छाती पर फैली हुई कोमल बालों के समान प्रतीत है। आसमान का रंग नीला है। उसकी छाया गंगा जल में पड़ती है तो वह उसके तार रूपी मोती से मुक्त सिकुड़न भरी नील वस्त्र के समान प्रतीत है। चांदनी में प्रकाशित मृदु गोलाकार लहरें उस तापसी युवती की साड़ी की सिकुड़न की तरह പ്രതീത് ഹെ. ഇവിടെ ഗംഗാനദിയുടെ മാനവികരണം നടത്തിയിരിക്കുകയാണ്. ഒരു സുന്ദരിയായ യുവതിയുടെക്ക് സമാനമായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. चांदनी रात का प्रथम प्रहर हम चले नाव लेकर सत्वर सिकता की सुस्मित सीपी पर मोती की ज्योत्सना रही विजर लो पालेम चढ़ो उड़ा लंकर मृदु मंद मंद मंदर मंदर लघु तरिणी हसनी सी सुंदर तिर रही खोल पालों के पर निश्चल जल के चुझी दर्पण पर बिंबित हो रजत पुलिन निर्भर दुहरे ऊंचे लगते क्षण भर काला कांकर का राजभवन
सोया जल में निश्चिंत प्रमन पलकों में वैभव स्वप्न सखन। चांदनी रात का प्रथम प्रहर है। यहाँ नौका विहार आरंभ करते हैं। नौका विहार का आरंभ है। रात का प्रथम प्रहर, चांदनी रात है। हम सब चले नाव लेकर सत्वर. സത്വർ എന്ന് പറഞ്ഞാൽ ജൽദി. ഇപ്പോൾ ഇവിടെ നമ്മുടെ കവിയും കൂട്ടുകാരും എന്താ ചെയ്തത്? चांदनी रात का प्रथम प्रहर हम चले नाव लेकर सत्वर. हम सब, हम मित्रों के साथ में मित्रों के साथ नाव लेकर जल्दी चले. അപ്പം നല്ല നിലാവുള്ള രാത്രിയാണ്. രാത്രിയുടെ ഒന്നായാമത്തിൽ ഞാൻ കൂട്ടുകാരോടൊപ്പം പെട്ടെന്ന് തന്നെ തോണിയിൽ കയറിയിട്ട് യാത്രയാവുകയാണ്. सिकता की सुस्मित सीपी पर मोती की ज्योत्सना रही विचर. വിചർന എന്ന് പറഞ്ഞാൽ ചമക്കന, തിളങ്ങുക. സിക്ത, സിക്ത എന്ന് പറഞ്ഞാൽ രേത്താണ്, മണലാണ്. സിക്താക്കി സുസ്മിത് സീപ്പി പർ, സീപ്പി എന്ന് പറഞ്ഞാൽ ചിപ്പി, മോത്തി എന്ന് പറഞ്ഞാൽ മുത്ത്. മോത്തിക്ക് ജ്യോത്സനാരഹി, ജ്യോത്സന എന്ന് പറഞ്ഞാൽ നിലാവാണ്, ചാന്ദിനി. ലോ പാലേം ചടോം, പാലയെന്ന് പറഞ്ഞാൽ തോണിയുടെ മുകളിലുള്ള പായ. ഉഡാ ലങ്കർ, ലങ്കർ എന്ന് പറഞ്ഞാൽ നങ്കൂരം. ലങ്കർ ഉഡാക്കർ, ആ വഞ്ചിയിലെ തോണി അവിടെ നങ്കൂരം വിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ആ നങ്കൂരത്തെ ഉയർത്തിയിട്ട് പാലയും ചടാക്കർ, വഞ്ചിയുടെ തോണിയുടെ പായൊക്കെ കയറ്റി വെച്ചിട്ടാണ് അവർ യാത്ര തുടങ്ങുന്നത്. എങ്ങനെയാണെന്ന് പറയുന്നത്? ഇവിടെ സിക്താക്കി സുസ്മിത് സീപ്പി പർ, സിക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേത്താണ്, അതായത് മണൽ വിരിച്ചെടുക്കുന്ന നല്ല വെളുത്ത മണൽ അവിടെ നിറഞ്ഞു കിടക്കുകയാണ് ഗംഗാ നദിയുടെ തീരത്ത്. സുദൂർ ഫൈലി ഹുയി സഫേദ് രേത്ത് കാ തട് സീപ്പി പർ പടി ഹുയി മോത്തിക്ക് സമാൻ ചമക്താത. അവിടെ മണലിനെ നമ്മൾ പറയുന്നത് നല്ല സുന്ദരമായിട്ട് വെളുത്ത് കിടക്കുന്ന ആ മണൽ, പുഞ്ചിരി തൂക്കി കിടക്കുന്ന ആ മണൽ, അത് എന്താണെന്ന് പറയുന്നത്? രേത്കാത്തട്, അത് ചിപ്പിയിൽ പറ്റിയിരിക്കുന്ന മുത്തിന് സമാനമായിട്ട്, മുത്ത് ചിപ്പിയെപ്പോലെ ആ നിലാവിലിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാന്ദിനി രാത്രിയിലെ ചാന്ദിനിമേം ഏ മോത്തിക്ക് തര ചമക്താത്ത. അങ്ങനെ അവർ ഇവിടെ പറയണ എന്താണ്? പാലേം ചടോ ഉഡാ ലങ്കർ, ഹം സബ് പാലേം ചടാക്കർ ലങ്കർ ഉഡാക്കർ യാത്ര शुरू किया. यात्रा का आरंभ, नौका विहार का आरंभ. ഇവിടെ ലങ്കർ പാൽ ഉഡാക്കർ നിക്കല നാവ്, അവിടെ അവർ തോണി യാത്ര അവിടെ യാത്ര പുറപ്പെടുകയാണ്. പുറപ്പെടുന്നതിന് മുൻപ് നങ്കൂരം ഇട്ടായിരിക്കുന്നത്, ആ നങ്കൂരം ഉയർത്തിക്കൊണ്ട് പാലം ചടാക്കർ, തോണിയുടെ അല്ലെങ്കിൽ വഞ്ചിയുടെ പായൊക്കെ കയറ്റി വെച്ചിട്ട് ഹം സബ് ചലേ, ഞങ്ങളവിടുന്ന് പുറപ്പെടാണ്. മൃദു മന്ദ് മന്ദ് മന്ധർ മന്ധർ ലഘു തരണി ഹസിനി സി സുന്ദർ തിർഹി. ഹസിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെൺ അരയന്നാണ്. ഹംസ എന്ന് പറഞ്ഞാൽ അരയന്ന, ഹസിനി സി സുന്ദർ, അതായത് ഒരു പെൺ അരയന്നത്തെ പോലെ. ലഘു തരണി, ലഘു നൗക, ആ ചെറിയ തോണി, തരണി. മൃദു മന്ദ് മന്ദ്, വളരെ പതുക്കെ. മന്ദർ, ആ വഞ്ചി അല്ലെങ്കിൽ തോണി പോകുമ്പോഴുണ്ടാകുന്ന സൗണ്ടിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നൗക്കെ ചാൽക്കോ സൂചിത് കർണേ വാലെ ശബ്ദ ഹേ മന്ദ് മന്ദ് മന്ധർ മന്ധർ. അപ്പോൾ ആ വഞ്ചി അല്ലെങ്കിൽ തോണി പോകുമ്പോഴുണ്ടാകുന്ന സൗണ്ടിനെയാണ് പറയുന്നത്. ചെറിയൊരു നൗകയാണ്. അതിനെ കാണുമ്പോൾ എന്തിനെ പോലെ തോന്നുന്നത്? ഹസിനിക്ക് തര സുന്ദർ ലക്തി ഹേ, ഒരു നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺ അരയന്നത്തെ പോലെയാണ് അതിനെ തോന്നുന്നത്. അപ്പോൾ ഈ ശബ്ദം മന്ദ മന്ദ മന്ദർ മന്ദർ ആദി ശബ്ദം നാക്കിയ ചാൽക്കോ സൂചിത് കർത്തേ ഹേ.
ആ ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തിർ രഹി ഖോൽ പാലോം കെ പർ. പാലോം കെ പർ, പർ എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക്. ആ പാലോം കെ പങ്ക് കോൽക്കർ തിർ രഹി. വഞ്ചിയുടെ പായൊക്കെ അതിൻ്റെ ചിറകുകൾ, ആ ഒരു അരയന്നം ചിറക് വിടർത്തി പറന്നു പോകുന്നത് പോലെയാണ്, നീന്തി പോകുന്നത് പോലെയാണ് അവിടെ തോന്നിയത്. പാലോം കെ പങ്കുക്കോ ഖോൽക്കർ തിർ രഹി. തൈർ രഹി ഇങ്ങനെ പറയുന്നത്, ഈ അരയന്നം അതിൻ്റെ ചിറകൊക്കെ വിടർത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ് അവിടെ തോന്നുന്നത്. നിശ്ചൽ ജൽ കെ ശുചി ദർപ്പൺ പർ ബിംബിത് ഹോ രജത് പുളിൻ നിർഭർ ദുഹരെ ഊഞ്ചെ ലഗ്തെ ക്ഷൺ ഭർ. എന്താ പറയുന്നത്? നിശ്ചൽ ജൽ കെ ശുചി ദർപ്പൺ പർ. ശുചി ദർപ്പൺ എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ കണ്ണാടി. നിശ്ചൽ ജൽ കെ ശുചി ദർപ്പൺ പർ, അതായത് നിശ്ചലമായി കിടക്കുന്ന ഗംഗാ നദിയിലെ ജലത്തിൻ്റെ എന്താ പറയുക, വളരെ തെളിഞ്ഞ കണ്ണാടിയിൽ എന്നതുപോലെ. ബിംബിത് ഹോ രജത് പുളിൻ നിർഭർ. പുളിൻ എന്ന് പറഞ്ഞാൽ തീരം. ആ വെളുത്ത നിറത്തിലെ വെള്ളി നിറത്തിലുള്ള ആ തീരം ആ ഗംഗാ നദിയിലെ എന്താണ് പറയുന്നത്, പ്രതിബിംബിത് ഹോ ജാതി ഹേ. ദുഹരെ ഊഞ്ചെ ലഗ്തെ ക്ഷൺ ഭർ. അപ്പം നദീതടക്കി ഛായ, ആ നദീ തീരത്തിൻ്റെ ഷെയ്ഡ് അവിടെ എന്താണെന്ന് പറയുന്നത്, ഗംഗാജൽ കെ നിശ്ചൽ ദർപ്പൺ പർ പ്രതിബിംബിത് ഹോ ജാതി ഹേ. ആ ഗംഗാ തീരത്തെ ആ മണൽത്തരികൾ, അതുപോലെ തന്നെ അവിടുത്തെ ആ ഷെയ്ഡ് എന്ന് പറയുന്നത് ഗംഗാജലത്തിൻ്റെ തെളിഞ്ഞ കണ്ണാടിയിൽ എന്നതുപോലെ അവിടെ പ്രതിബിംബിക്കുകയാണ് ചെയ്യുന്നത്. ദുഹരെ ഊഞ്ചെ ലഗ്തെ ക്ഷൺ ഭർ. ദുഹരെ എന്ന് പറഞ്ഞാൽ ദുഗുന, ഇരട്ടിയാക്കുക. ക്ഷൺ ഭർ ഉസ് പ്രതിബിംബ് മേ ഗംഗാ തട് की ऊंचाई. उस प्रतिबिंब में गंगा तट की ऊंचाई എങ്ങനെയാണ് പറയുന്നത്, ക്ഷൺ ഭർ ഊഞ്ചായി, ക്ഷൺ ഭർ ദുഹരെ ലഗ്തെ ഹേ, ക്ഷൺ ഭർ ദുഗുണി ലഗ്തി ഹേ. അതായത് നിമിഷം തോറും, അതായത് ഓരോ സെക്കൻഡുകൾക്കിടയിലും ഇത് ഇരട്ടിയായിട്ട് ആ ഗംഗാതടത്തിൻ്റെ തീരത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഇരട്ടിയായിട്ട് അവിടെ തോന്നുകയാണ്. काला कांकर का राजभवन सोया जल में निश्चिंत प्रमन पलकों में वैभव स्वप्न सखन. काला कांकर का राजभवन. കാലാ കാങ്കർ രാജകൊട്ടാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാലാകാങ്കർ രാജകൊട്ടാരത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ കവി. അവിടെ നിന്നാണ് യാത്ര, വഞ്ചിയാത്ര ആരംഭിക്കുന്നത്. സോയാ ജൽമേ നിശ്ചിന്ത് പ്രമൻ. പ്രമൻ എന്ന് പറഞ്ഞാൽ പ്രസന്നമായിട്ട്. പലകോമേ വൈഭോ സ്വപ്ന സഖൻ. പലക എന്ന് പറഞ്ഞാൽ കൺപോള. ഇവിടെ പറയുന്നത് उस प्रतिबिंब में गंगा तट की ऊंचाई क्षण भर दुगनी लगती है. काला कांकर राजभवन की छाया आंखों के पलकों में ऐश्वर्य और वैभव के प्रतीत बनकर दिखाई देते हैं. ഇവിടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് ആ ഉയർന്നു നിൽക്കുന്ന രാജാകാങ്കർ എന്ന് പറയുന്ന ആ രാജകൊട്ടാരം നമ്മുടെ ഗംഗാനദിയിലേക്ക് നോക്കുമ്പോൾ, വളരെ പ്രസന്നമായി നിൽക്കുന്ന ആ നദിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് രാജാകാങ്കർ രാജഭവൻ കി ഛായ. കാലാകാങ്കർ രാജഭവൻ കി ഛായ ഐശ്വര്യ वैभव का प्रतीक बन जाती है. इसी तरह प्रतीत होती है. ഐശ്വര്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് കൺകുളിർക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ ജലാന്തർമേ പ്രതിബിംബിത്, ഇവിടെ നമ്മുടെ ഗംഗാനദിയുടെ ഉള്ളിൽ ആ ജലത്തിലേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞ കണ്ണാടിയിൽ എന്നതുപോലെ നമ്മുടെ ഈ രാജകൊട്ടാരത്തെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൗകാസെ ഉഠ്തി ജൽ ഹിലോർ ഹിൽ പടുത്തി നബ്കെ ചോർ ചോർ
विस्फरित नयनों से निश्चल कुछ गोच रहे चल तारक दल ज्योतित कर नभ का अंधस्थल जिनके लघु दीपों को चंचल अंचल की ओट किए अविरल फिरती लहरें लुक छिप पल पल सामने शुक्र की छवि झलमल पैरती भरी सी झलमेखल डूब भरे कचों में ही ओझल लहरों की घूंघट से झुक झुक दशमी का शशि निच तिर्यक मुख दिखलाता मुग्धा सा रुक रुक. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ പറഞ്ഞു വളരെ സുന്ദരമായിട്ടുള്ള ആ നിലാവ് നിറഞ്ഞേൽക്കുന്ന രാത്രിയിലാണ് വഞ്ചിയുമെടുത്ത് കവിയും കൂട്ടുകാരും കൂടി യാത്ര ഗംഗാനദിയിൽ യാത്ര ആരംഭിക്കുകയാണ്. നൗകാസെ ഉർത്തി ജൽ ഹിലോർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അലകൾ, ചോട്ടി ലഹർ ചെറിയ അലകൾ, ചെറുതിരകൾ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ആ വഞ്ചി പോകുമ്പോഴുണ്ടാവുന്ന ചെറിയ ചെറിയ തിരകളെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗംഗാജലത്തിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആകാശത്തെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അസമാൻ, അതുപോലെ തന്നെ നക്ഷത്രമുണ്ട്, പിന്നെ കുറച്ച് തിരമാലകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നൗകാസെ ഉർത്തി ജൽ ഹിലോർ ഹിൽ പടുത്തേ, ഹില്ല എന്ന് പറഞ്ഞാൽ ഇളകുക, നഭ് കെ ചോർ, നഭ് എന്ന് പറഞ്ഞാൽ ആകാശം, ആസ്മാൻ. അപ്പോൾ നൗകാ കെ ചാൽ സെ ഉड़ती हुई जल की ചോട്ടി ലഹരേൻ, ഈ വഞ്ചിയിൽ തോണിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഉയരുന്ന ചെറിയ ചെറിയ തിരകൾ നബ് കെ ചോർ തക് ഹിൽപ്പെടുത്തേ ഹെ, ആകാശത്തിൻ്റെ അങ്ങേയറ്റം വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറയുന്നൊരു ഭാഗത്ത് ആസ്മാൻ വരുന്നുണ്ട്, നക്ഷത്ര സമൂഹം വരുന്നുണ്ട്, ചാന്ദിനി രാത്താണ് ചാന്ത് വരുന്നുണ്ട്. ഇതിൽ വരുന്നത് കുറച്ച് ലഹരയും തിരമാലകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേൽ പറയുന്നത് നൗകാ കെ ചാൽ സെ ഉടുത്തി ജൽ കെ ചോട്ടി ചോട്ടി ലഹരേ, ഗംഗാ നദി കെ छोटी छोटी लहरें नभ के छोर तक हिल पड़ती है. विस्फरित नयनों से निश्चल कुछ खोज रहे चल तारक दल ज्योतित कर नभ का अंधस्थल. अंधस्थल എന്ന് പറഞ്ഞാൽ അന്തർ, ജ്യോതിത് കർണ എന്ന് പറഞ്ഞാൽ പ്രകാശിത് കർണ. വിസ്ഫരിത നയനോം സെ നിശ്ചൽ, വിസ്ഫരിത എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറന്ന നയനങ്ങളോട്, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ്. കുച്ച് കോച്ച് രഹേ, എന്തോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ്? താരക് ദൾ, നക്ഷത്രം കാ സമൂഹ്, താരം കാ സമൂഹ്. കുച്ച് കോച്ച് രഹേ ഹേ. നഭ് കെ അന്തർ സേ, അല്ലെ നഭ് കെ അന്തർ പ്രകാശിത് താരം കാ സമൂഹ്, നക്ഷത്ര സമൂഹ്. अपनी विस्फरित നയനോം സേ കുച്ച് കോച്ച് രഹേ ഹേ. ആകാശത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര സമൂഹം തുറന്ന കണ്ണുകളോടെ എന്തിനെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിൻകി ലഘു ദീപോം കോ ചഞ്ചൽ അഞ്ചൽ കി ഓട് കിയെ അവിരൽ ഫിർത്തി ലഹരേം ലുക് ചിപ് പൽ പൽ. ജിൻകി ലഘു ദീപം കോ ചഞ്ചൽ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ ലഘുദീപങ്ങളായിട്ട്, ചെറിയ ദീപങ്ങളായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന, അതിവിടെ നമ്മുടെ ഗംഗാനദിയിൽ പ്രതിഫലിച്ച് കാണുന്നതാണ് പറയുന്നത്, കവി പറയുന്നത്. അഞ്ചൽ കി ഓട്ട് കിയേ, ലഹരോം കി അഞ്ചൽ കി ഓട്ട് കിയേ, അതായത് തിരമാലകളാകുന്ന വസ്ത്രം പുതച്ചുകൊണ്ട്. എന്താണ് പറയുന്നത്? ഫിർത്തി ലഹരേം ലുക് ചിപ് പൽ പൽ. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ചുറ്റി
അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചെറിയ തിരമാലകൾ അല്ലെങ്കിൽ അലകൾ. ലുക് ചിപ്പ് പൽ പൽ. ലുക് ചിപ്പ് എന്ന് പറഞ്ഞാൽ ലുക്ക ചിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്കാണ്. പൽ പൽ ലുക്ക ചിപ്പ ഖേൽ രഹേ ഹേ. ഇപ്പോൾ ഈ നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഈ നക്ഷത്രം ആകാശത്തിൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രം ഈ തിരമാലകളുടെ ഇടയിലെ ഈ ചെറുദീപങ്ങൾ ഈ തിരമാലകൾക്കിടയിലെ ഒളിച്ചുകളി നടത്തുന്നതായിട്ടാണ് കവിയുടെ പറയുന്നത്. സാമനെ ശുക്ര കി ഛവി ഝൽമൽ പൈർത്തി പരീസി ഝൽമേഖൽ രൂപ് ഹരെ കച്ചോ മേഹി ഓച്ചൽ. ഓജൽ ഹോന എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷാവുക. കച്ച് എന്ന് പറഞ്ഞാൽ കേശം, മുടിബാൽ. സാമനെ ശുക്ര കി ഛവി ഝൽമൽ. സാമനെ ശുക്ര നക്ഷത്ര കി ഛവി. ആ ശുക്ര നക്ഷത്രത്തിൻ്റെ തിളക്കം എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിബിംബം, തിളങ്ങുന്ന പ്രതിബിംബം. പൈർത്തി പരീസി ജൽമേക്കൽ. അതായത് ഇവിടെ പറയും ജലക്രീഡ നടത്തുന്ന. പൈർന എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കുന്നതിന് പറയുന്നത് ജലക്രീഡ. പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരസ്. പൈർത്തി പരീസി ജൽമേക്കൽ. അതായത് ഈ ഗംഗാ നദിയിലെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്സരസിനെ പോലെയാണ് അവിടെ അതിൻ്റെ പ്രതിബിംബം കാണുന്നത്. അങ്ങനെയാണ് അവിടെ കവിക്ക് തോന്നുന്നത്. ശുക്ര നക്ഷത്രത്തിൻ്റെ ആ തിളക്കം എന്ന് പറയുന്നത് അവിടെ ഗംഗാനദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്സരസിനെ പോലെയാണ് അവിടെ പറയുന്നത്. രൂപ് ഹരെ കച്ചോമേഹി ഓച്ചൽ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നത് इसका केश राशि से ये सुंदरी की अप्सरस की मुख ओझल हो जाते हैं. ഈ അപ്സരസിൻ്റെ മുഖം ഇടയ്ക്ക് അവിടെ നമുക്ക് അപ്രത്യക്ഷമാവണ ഇടയ്ക്ക് കാണാതാവാണ് ചെയ്യുന്നത്. ലഹരം കി ഗൂംഗട്ട് സേ ഝുക് ഝുക് ദശമി കാ ശശി എന്നിച്ച് തിര്യക് മുഖ് ദിക്കലാത്ത മുഗ്ദാസ രുക് രുക്. ലഹറാം കെ ഗൂംഗട്ട് സേ ഝുക് ഝുക്. അതായത് തിരമാലകളാകുന്ന അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ തിരകളാകുന്ന അല്ലെങ്കിൽ അലകളാകുന്ന ഈ പർദ്ദ ധരിച്ചുകൊണ്ട് ആ മൂടുപടം അണിഞ്ഞുകൊണ്ട്. ദശമി കാ ശശി. ആ ദശമി സമയത്തെ ചന്ദ്രൻ്റെ മുഖം എന്ന് പറയുന്നത് തിര്യക് മുക്ക് തിക്കലാത്ത. അതായത് തിരിഞ്ഞിരിക്കുന്നൊരു മുഖമായിട്ടാണ് അവിടെ തോന്നുന്നത്. മൂടുപടം, അതായത് തിരമാലകളാകുന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമായിട്ട് അവിടെ തോന്നുകയാണ്. മുഗ്ദാസ രുക്ക് രുക്ക്. അതായത് ഒരു കന്യകയെ പോലെയാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിലെ സ്റ്റാൻസിൽ പറയുന്നത് ശരിക്കും മാനവീകരണമാണ്. ഗംഗാനദിയെ ശരിക്കും ഒരു സുന്ദരിയായൊരു യുവതിയായിട്ടാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇവിടെ കവിയഹ ഗംഗാജൽ में प्रतिबिंबित आसमान तारागण चांद अधिक दृश्य चित्रित है. അവിടെ नाव के चाल से छोटी लहरें पैदा उड़ रही है. ये लहरें आसमान की छोर तक हिलाते प्रतीत है. അപ്പോൾ ആ ചെറിയ തിരകൾ ഉയരുന്നു എന്ന് പറയുന്നു. അത് ആ ഉയരുന്ന തിരകൾ ആകാശത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുന്നതായിട്ടാണ് അവിടെ കവി പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ടാണ് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട് ജൽ കെ അന്തർ പ്രതിബിംബിത് നക്ഷത്രം ക സമൂഹ്. ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ പ്രതിബിംബിക്കുന്ന ആകാശത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് ഈ ഗംഗാ നദിയുടെ ഉള്ളിൽ നദിയുടെ ഉള്ളിൽ ആ ജലത്തിൽ പ്രതിഫലിക്കുമ്പോൾ തോന്നാണ് അപ്പന ആംഖോം കോ ഖോൽക്കർ കിസി കി കൂച്ച് രഹേ ഹേ. അതായത് വിശാലമായ കണ്ണുകൾ തുറന്നുകൊണ്ട് എന്തിനെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് തോന്നണം. വീണ്ടും പറയുന്നുണ്ട് യേ നക്ഷത്ര സമൂഹ് നബ് കാ അന്തസ്ഥൽ മേ പ്രകാശിത് കർ രഹേ ഹേ.
ഇത് ആകാശത്തിൻ്റെ ഉള്ളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നക്ഷത്രം എന്ന് പറയുന്നത്. വീണ്ടും ഇവിടെ പറയുന്നുണ്ട് ലഹർ രൂപി അഞ്ചൽ में छोटी दीपों की तरह नक्षत्रों को छिपाकर पल पल में लुका छिपी खेल में मग्न प्रतीत है. ഈ തിരമാലകൾ ചെറു തിരകളാകുന്ന വസ്ത്രത്തിൽ ഈ ചെറുദീപങ്ങളെ ഒളിപ്പിച്ചുകൊണ്ട് ചെറുദീപങ്ങൾ ഒളിപ്പിക്കുന്നത് പോലെ നക്ഷത്രം കൊച്ചിപ്പാക്കർ ഈ നക്ഷത്രങ്ങളെ ഒളിപ്പിച്ചുകൊണ്ട് ഓരോ സെക്കൻഡിലും കണ്ണുപൊത്തിക്കളി കളിക്കുകയാണ്. അതുപോലെയാണ് അവിടെ തോന്നുന്നത്. അതുപോലെ തന്നെ ശുക്ര നക്ഷത്ര കാ പ്രതിബിംബ് ജൽമേ ക്രീഡ കർനെ വാലി അപ്സര കാ മുഖ്യ സമാൻ ലഗ്താ ഹെ. ജലക്രീഡ നടത്തുന്ന അപ്സരസിനെ പോലെ അല്ലെങ്കിൽ അപ്സരസിൻ്റെ മുഖമായിട്ട് അതുപോലെയാണ് അവിടെ തോന്നുന്നത്. ജോ ജൽമേ തൈർനെ കെ ബീച്ച് ഉസ്കി കേശരാശി സെ മുഖ് കഭി കഭി ഓച്ചൽ ഹോ ജാത്താ ഹേ ഗായബ് ഹോ ജാത്തെ ഹേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിനിടയിൽ ആ ജലക്രീഡ നടത്തുന്ന ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ആ മുഖം കാണാതെയാവുന്നുണ്ട്. दशमी का चांद जल में लज्जा से भरी हुई नायिका का तिर्यक मुख से यहाँ सुंदर दिखलाता है. दशमी का चांद शशि न चांद तिर्यक मुख या तिर्ച്ച മുഖ്. ഇവിടെ ഈ ലജ്ജയാൽ നിറഞ്ഞിരിക്കുന്ന ഈ നായികയുടെ മുഖം എന്ന് പറയുന്നത് ഇവിടെ സുന്ദരമായിട്ട് തോന്നുന്നുണ്ട്. ജോ കബി ലജ്ജ കെ കാരൻ ലഹരം കെ घूंघट से ചിബാത്താ ബി ഹെ ഝുക് ഝുക് ജാത്താ ഹെ. അതുപോലെ തന്നെ മുഗ്ധ യാ കന്യ ഇവിടെ പറയുന്ന നാണം കാരണം ലജ്ജ കാരണം ഈ സുന്ദരിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ത് ലഹരം കെ घूंघट से ആ ചെറു തിരകളാകുന്ന ആ മൂടുപടം കാരണം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതായിട്ട് കവിക്ക് ഇവിടെ തോന്നുകയാണ്. അബ് പഹുഞ്ചി ചപല ബീച്ച്ദാർ छिप गया चांदनी का खगार दो बाहों से दूरस्थ तीर दारा का कृष कोमल शरीर आलिंगन करने को अधीर अति दूर क्षितिज पर विटपमाल लगती भ्रू रेखा सी अराल अपलग नभ नील नयन विशाल माम के उर पर शिशु सा समीप सोया दारा में एक दीप ऊर्मिल प्रवाह को कर प्रदीप वह कौन विहग क्या विकल कोग उठता हरने का निज विरह शोक छाया की कोकी को विलोग. अब पहुंची चबला बीचदार. ये नाव गंगा नदी के बीच अब पहुंची. ഗംഗാ നദിയുടെ തീരത്ത് ഈ വഞ്ചി എത്തിയിരിക്കുകയാണ്. छिप गया चांदनी का खगार यहाँ ऊंचे तीरों का प्रतिबिंब छिप गया. जल में कुछ दिखता नहीं. दो बाहों से दूरस्थ तीर दारा का कृष कोमल शरीर आलिंगन करने को अधीर. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇവിടെ നമ്മുടെ നായകൻ വളരെ അകലെയുള്ള തീരമാകുന്ന ആ നായകൻ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് ധാരാക്ക കൃഷ് കോമൾ ശരീർ, അതായത് വേനൽക്കാലമാണ്, ഗംഗാനദി വളരെ മെലിഞ്ഞ് കോമളമായ ശരീരത്തോടു കൂടിയ ഗംഗാനദിയാണ്. ആ ഗംഗാനദിക്ക പത്തല കോമൾ ശരീർ കോ ആലിംഗൻ കർണേ കെ ലിയെ ഇച്ഛുക് ഹേ. അപ്പം നമ്മുടെ നായകൻ വളരെ അതിദൂർ में पड़े तीर रूपी नायक अपने दोनों बाहों से पतला कोमल शरीर वाले नायिका को आलिंगन करने की इच्छा प्रकट करते हैं.
അവിടെ ആ ഗംഗാനദിയെ ആലിംഗനം ചെയ്യാനായിട്ട് 2 കൈകളും നീട്ടിക്കൊണ്ട് ആ തീരം ആലിംഗനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മെലിഞ്ഞ് വളരെ ചെറിയ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ലേക്കിൻ അധീർ രഹത്തെ ഹി, അധീർ ഹോ ജാത്തെ ഹി. പക്ഷേ ആലിംഗനം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനെ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ എത്തിച്ചേരും. വ്യാകുൽ ഹോ ജാത്തെ ഹി. അപ്പോൾ നമ്മൾ ഇതിൽ ഇന്ന് പറഞ്ഞ കാര്യം, അതായത് നൗകാ വിഹാറിൽ നൗകാ വിഹാറിലൂടെ വംശീയമായിട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഗംഗാനദിയുടെ മധ്യത്തിലാണ്. പോകുന്ന പോക്കിൽ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ പറഞ്ഞു, കുറേ നമ്മൾ വർണ്ണിച്ചു ഗംഗാനദിയെക്കുറിച്ചും അതുപോലെ തന്നെ തിരകളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ആകാശത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ഗംഗാനദിയുടെ മധ്യത്തിലെത്തി നിൽക്കുകയാണ്. അവിടെ വലിയ അവിടുത്തെ തീരങ്ങളിൽ ഇതിൻ്റെ പ്രതിബിംബം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ അകലെ നിന്നുകൊണ്ട് നമ്മുടെ തീരമാകുന്ന ആ നായകൻ്റെ കൈകൾ തീരമാകുന്ന കൈകൾ കൊണ്ട് ഇവിടെ ഈ ഗംഗാനദിയെ ആലിംഗനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കാതെ വരുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.